ഇക്കഴിഞ്ഞ ജൂൺ 13-നായിരുന്നു ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേൽ ശക്തമായ ആക്രമണം നടത്തിയത്. ഈ ആക്രമണത്തിൽ സായുധ സേനാ മേധാവി മേജർ ജനറൽ മുഹമ്മദ് ബാഖിരിയെ അടക്കം 6ഓളം മുതിർന്ന ഉദ്യോഗസ്ഥരെ ഇറാന് നഷ്ടമായിരുന്നു. ആണവ ശാസ്ത്രജ്ഞരടക്കം ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഇതിന് തിരിച്ചടിയായി ഇറാനും ശക്തമായ ആക്രമണം ഇസ്രയേലിൽ നടത്തി. തുറമുഖ നഗരമായ ഹൈഫ അടക്കമുള്ള ഇസ്രയേലിന്റെ പ്രധാന കേന്ദ്രങ്ങളിലാണ് ഇറാൻ ആക്രമണം നടത്തിയത്. എന്നാൽ ഇതിന് പിന്നാലെ ഇസ്രയേലിന് പിന്തുണ നൽകിക്കൊണ്ട് ഇറാനെതിരെ നേരിട്ട് അമേരിക്ക ആക്രമണം നടത്തിയതോടെ കാര്യങ്ങൾ മറ്റൊരു തലത്തിലേക്ക് നീങ്ങുകയായിരുന്നു. അമേരിക്കയുടെ ഈ അപ്രതീക്ഷിത ആക്രമണത്തിൽ വിമർശനം രേഖപ്പെടുത്തിക്കൊണ്ട് ലോകരാജ്യങ്ങളടക്കം രംഗത്ത് വന്നു. അമേരിക്കയുടെ ആക്രമണത്തിന് മറുപടിയായി ഖത്തറിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയതോടെ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ തന്നെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരികയായിരുന്നു. ഖത്തറും വെടിനിർത്തൽ ചർച്ചകളിൽ പങ്കാളികളായി എന്ന വാർത്തകൾ പുറത്തുവന്നു. അങ്ങനെ ആക്രമണങ്ങൾക്ക് അയവ് വന്നതിന് പിന്നാലെ ഇറാനിൽ ഇസ്രയേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കമാൻഡർമാരുടെയും ആണവ ശാസ്ത്രജ്ഞരുടെയും സംസ്കാര ചടങ്ങുകൾ നടന്നു. വൻ ജനക്കൂട്ടത്തെ സാക്ഷിയാക്കി 60 പേരുടെ സംസ്കാര ചടങ്ങുകളാണ് ഇറാനിൽ നടന്നത്. സെൻട്രൽ ടെഹ്റാനിലേക്ക് ഒഴുകിയെത്തിയ ജനത ഇറാനിയൻ പതാകകൾ കൊണ്ട് പൊതിഞ്ഞ ശവപ്പെട്ടികൾക്ക് മുന്നിൽ മരിച്ച കമാൻഡർമാരുടെ ഛായാചിത്രങ്ങൾ ഉയർത്തി തങ്ങളുടെ സ്നേഹം പ്രകടിപ്പിച്ചു. അക്ഷരാർത്ഥത്തിൽ കറുത്ത വസ്ത്രമണിഞ്ഞ ജനസാഗരത്തിനാണ് ടെഹ്റാൻ സാക്ഷിയായത്. ഇറാൻ പ്രസിഡന്റും വിദേശകാര്യമന്ത്രിയും അടക്കമുള്ള ഉന്നത നേതൃത്വം കൊല്ലപ്പെട്ടവർക്ക് അവസാനമായി യാത്രാമൊഴിയേകാൻ തെരുവിൽ ജനങ്ങൾക്കൊപ്പമെത്തി. 12 ദിവസത്തെ സംഘർഷത്തിൽ കൊല്ലപ്പെട്ട സൈനിക നേതൃത്വത്തിലുള്ളവരുടെയും ആണവ ശാസ്ത്രജ്ഞരുടെയും പൊതുദർശനത്തിന്റെയും സംസ്കാര ചടങ്ങുകളുടെയും കാഴ്ച ഇറാൻ ജനതയ്ക്ക് തങ്ങളുടെ പോരാട്ട വീര്യത്തിന്റെ നേർക്കാഴ്ചയായി മാറുകയായിരുന്നു. ഇറാന്റെ സൈനിക മേധാവിയായ മുഹമ്മദ് ബാഖരിയുടെ മൃതദേഹം അദ്ദേഹത്തിനൊപ്പം തന്നെ കൊല്ലപ്പെട്ട ഭാര്യയ്ക്കും മകൾക്കും ഒപ്പമാണ് സംസ്കരിച്ചത്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയുടെ ആത്മാവായിരുന്ന ജനറൽ ഹുസൈൻ സലാമി, അമീർ അലി ഹജിസാദെ എന്നിവരുടെ മൃതദേഹങ്ങളും സംസ്കരിച്ചു. ആണവ ശാസ്ത്രജ്ഞൻ മുഹമ്മദ് മെഹ്ദിയുടെ സംസ്കാര ചടങ്ങുകളും നടന്നു. അതേസമയം ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്ന് അഭ്യൂഹമുണ്ടായിരുന്ന പ്രധാന നേതാക്കൾ സംസ്കാര ചടങ്ങുകളിൽ പ്രത്യക്ഷപ്പെട്ടത് ശ്രദ്ധേയമായിരുന്നു. ഇറാൻ ഖുദ്സ് സേനയുടെ കമാൻഡർ സർദാർ ഇസ്മയിൽ ഖാനി കൊല്ലപ്പെട്ടെന്നായിരുന്നു വിവരം. എന്നാൽ അദ്ദേഹം ചടങ്ങുകളിൽ പങ്കെടുത്തു. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനിയയുടെ ഉപദേഷ്ടാവ് റിയർ അഡ്മിറൽ അലി ഷംഖാനിയും ചടങ്ങുകളിൽ പങ്കെടുത്തതായാണ് റിപ്പോർട്ടുകൾ. അതിനിടെ ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ആക്രമണങ്ങൾക്കുള്ള ഇറാന്റെ തിരിച്ചടിയെ വാഴ്ത്തി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി രംഗത്തെത്തി. ഒപ്പം ഇരു രാജ്യങ്ങളെയും പരിഹസിക്കാനും അദ്ദേഹം മറന്നില്ല. ഇറാന്റെ ആക്രമണത്തിൽ ഭയന്ന ഇസ്രയേലും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ സഹായം തേടിയെന്നായിരുന്നു പരിഹാസം. മറ്റു വഴികളില്ലാതെ ഇസ്രയേൽ രക്ഷ തേടി ഡാഡിയുടെ അടുത്തേക്ക് ഓടിയെന്നായിരുന്നു അരാക്ചിയുടെ വാക്കുകൾ. ഇസ്രയേൽ ഇനിയും പ്രകോപനം തുടർന്നാൽ വെടിനിർത്തൽ തീരുമാനം മറന്ന യഥാർത്ഥ ശക്തി പുറത്തു കാണിക്കാൻ മടിക്കില്ലെന്ന് വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.